ബീട്രൂട്ട് പച്ചടി ഇതുപോലെയാണ് ഉണ്ടാക്കാറ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അസാധ്യ രുചിയാണ്, അതുമാത്രമല്ല വളരെയധികം എളുപ്പവും. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇട്ട ഉടനെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് വെള്ളം വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റി കഴിയുമ്പോൾ ഇനി തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കണം. ഇനിയും ബീട്രൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീട്രൂട്ട് പച്ചടിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അങ്ങനെ കുറഞ്ഞ തീയിൽ ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതും വറ്റിക്കഴിയുമ്പം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നെകക്കെ കിടക്കുന്ന തരത്തിൽ ഒഴിച്ചിരുന്നാൽ മതി. അതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് ശകലം മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ബീട്രൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതേ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് ഒന്ന് അടിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിൽമയുടെ എലൈറ്റ് കേർഡാണ് എടുക്കുന്നത്. അതാകുമ്പോൾ അധികം പുളി ഉണ്ടാവില്ല. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചതച്ച് അതിൻ്റെ പരിപ്പ് ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടെ നമുക്ക് ചതച്ചതിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചടിയിൽ ഇതിടില്ലല്ലോ അതിടില്ലല്ലോ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ, ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് അതും കൂടെ ഇതുപോലെ ചതച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല. ഇനി ഒന്ന് താളിച്ച് ചേർക്കണം. വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉണക്കമുളകും കൂടെ ഇട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി കറിവേപ്പില ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കുമ്പോഴേ ബീട്രൂട്ട് പച്ചടിക്ക് തന്നെ നല്ല മണമാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആൾക്കാർ ചീത്ത വിളിക്കുമെന്തോ എന്തൊക്കെയാണ് ഈ പച്ചടിയിൽ ചേർക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു പച്ചടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതുവരെയ്ക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, stay positive. Bye.